ഹായ് ഹലോ നിഷി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. എന്തൊക്കെ എല്ലാവരുടെ വിശേഷവും സുഖമാണല്ലോ. നമ്മളിവിടെ മഴയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നില്ലേ. അപ്പം മഴയും കർക്കിടക മാസവും അല്ലേ. അപ്പം നമുക്കൊരു ഔഷധ കഞ്ഞി ഇന്ന് അങ്ങോട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് നവരരി, ചെറുപയർ, ഉലുവ, പിന്നെ ആശാളി, അതുപോലെ നമുക്ക് ഒരുപാട് ഔഷധങ്ങളൊക്കെ അടങ്ങിയ ഒരു പൊടിയാണിത് കേട്ടോ. അതായത് പിന്നെ അയമോദകം, ജീരകം, ജാതിപത്രി, ഗ്രാമ്പു, വിയ്യാലരി, മല്ലി, പിന്നെ അതുപോലെ വഴമ്പ്, പെരുംജീരകം, ഏലക്കായ, മഞ്ഞൾ, ശതകുപ്പ, തക്കോലം, അങ്ങനെ എന്താ പറയുക ഒരുപാട് ഔഷധങ്ങൾ. അതായത് പുത്തിരിച്ചുണ്ട, തഴുതാമൻ്റെ വേര്, അമുക്കുരം, നെറുനീണ്ടി, നമുക്കൊരുപാട് ഔഷധങ്ങൾ അടങ്ങിയ ഒരു പൊടിയാണ്. അത് നമുക്ക് വൈദ്യശാലയിലൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ സൂപ്പർ മാർക്കറ്റിലും ഇപ്പം ഈ കർക്കിടക മാസത്തിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് നമ്മൾ നവരരിക്കാണ് കുറച്ച് വേവ് കൂടുതലുള്ളത്. ഞാൻ കഴുകി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് തിളച്ച് വെന്തതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാൻ നവരരി ഏകദേശം വെന്ത് തുടങ്ങിയപ്പോൾ നമ്മൾ ആശാളിയും ചെറുപയറും ഉലുവയും ഒക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് നമ്മളതൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതായത് കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് കേരളത്തിൽ അധികം ഇത് കണ്ടുവരുന്നിട്ടുള്ളതല്ലേ. കേരളത്തിൽ തയ്യാറാക്കുന്ന ഒരു ഔഷധ കൂട്ടുകൾ അടങ്ങിയ ഒരു പരമ്പരാഗത കഞ്ഞി വേണമെങ്കിൽ ഇതിന് പറയാം കേട്ടോ. അതിന് കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ ഔഷധ കഞ്ഞി ഒക്കെ പറയാം. ഇതിൽ പിന്നെ പലതരം വേരുകൾ നമ്മൾ ചേർത്ത ആ പൊടികൾ, വേരുകൾ ഒക്കെ അടങ്ങിയൊരു പൊടിയാണ് അതിൽ. ഞാൻ ഒരുപാട് പേരുകൾ പറഞ്ഞില്ലേ, ഇതൊക്കെ അടങ്ങിയൊരു ആ പൊടിയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത് കേട്ടോ. അതുപോലെ നവരേരി കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, അതുപോലെ കുറുന്തോട്ടിൻ്റെ വേര് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ മുക്കുറ്റി, പൂവാങ്കുറിനിൻ്റെ ഇല, ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പേരുകൾ എല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. ഒരുപാട് ഔഷധക്കൂട്ടുകൾ കൂടിയ ഒരു പൊടിയാണിത്. അതായത് നമുക്ക് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പൊടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് തിളച്ചതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന്, അപ്പോൾ നമുക്കതിന് മുന്നേ നമ്മൾ അതായത് ഈ മരുന്നിൻ്റെ കൂട്ടൊന്ന് ചില ചൊവ്വ കുറച്ച് അതിശക്തമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, തേങ്ങാപ്പാൽ ഒഴിക്കാം. അതുപോലെ ശർക്കര, അതായത് നമ്മൾ ഇന്ദുപ്പ് ഇടുന്നത് ഏറ്റവും ബെറ്ററാണ് കേട്ടോ. ഉപ്പിന് നമ്മൾ സാധാ ഉപ്പിന്, കല്ലുപ്പിനേക്കാളും ഇന്ദുപ്പ് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടായിരുന്നു ഇന്ദുപ്പ് ഇടുന്നതാണ് ഒന്നും കൂടി ബെറ്റർ കേട്ടോ. പിന്നെ നമുക്കിതേക്ക് പിന്നെ തേങ്ങാപ്പാൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ശർക്കര ഇടാം. അതുപോലെ നമുക്ക് ചെറിയ ഉള്ളിൽ നെയ്യിലിട്ട് തൂമിച്ച് അങ്ങനെയും കഴിക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ കഞ്ഞി സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് തോരൻ ഉണ്ടാക്കാം. കുറച്ച് ഇലകളൊക്കെ, നമ്മളെ തൊടിയിലുള്ള ഇലകളൊക്കെ വെച്ചിട്ട് നമുക്കൊരു തോരനും കൂടി സെറ്റാക്കാം കേട്ടോ. അതിന് ഞാൻ ആദ്യം പാടത്ത് വന്നിട്ട് നമുക്കിവിടെ ചീര ഉണ്ട്, വെള്ളമൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് അല്ലേ. ചീര എടുക്കാം കേട്ടോ. ചീര എടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ പിന്നെ ഒരുപാട് ഇലകൾ, നമ്മളെ തൊടിയിലുള്ള അത്യാവശ്യം ഇലകളൊക്കെ എടുത്തിട്ടുണ്ട്. മുരിങ്ങേൻ്റെ ഇല എടുത്തിട്ടുണ്ട്. അതുപോലെ മുളകിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു ചീര ഉണ്ട്, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ ചീര എന്ന് പറയുന്നില്ലേ, ആ ഒരു ചീര എടുത്തിട്ടുണ്ട്. ചേമ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. കുമ്പളങ്ങേൻ്റെ ഇല എടുത്തിട്ടുണ്ട്. മത്തൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചൊറിയുന്നൊരു ഇല ഉണ്ട്, അത് നമ്മൾ കത്രിക കൊണ്ട് വെട്ടിയെടുക്കണം. നിങ്ങൾ കാണാൻ പറ്റും. അത് കൈ കൊണ്ട്, അത് തണ്ടിലെടുത്താലേ ചൊറിയില്ല കേട്ടോ. പിന്നെ കോവക്കേൻ്റെ ഇല, അങ്ങനെ ഒരുപാട് ഇലകളൊക്കെ കൂട്ടിയിട്ട് ഞാനൊരു തോരനും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിനി പറഞ്ഞു വന്നത് അതായത് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നമ്മളത് കഴിച്ചാലുള്ളത്. നമ്മളെ വീട്ടിലൊക്കെ ഞാൻ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ഇവിടെ ഉമ്മയൊക്കെ ഉണ്ടാക്കി കഴിക്കണം ഞാൻ ആദ്യം മുതലേ കാണുന്നതാണ് കേട്ടോ. നമ്മൾക്ക് പ്രധാനമായിട്ട് തോന്നുന്നത് പ്രതിരോധ ശേഷി നമുക്ക് വർദ്ധിപ്പിക്കുന്നു. അതുപോലെ നമുക്ക് ഈ കർക്കിടക മഴക്കാലത്ത് കുറയുന്ന ദഹനശക്തിയൊക്കെ നമുക്ക് മെച്ചപ്പെടുത്തുന്നു. ശരീരത്തിലെ വിഷാംശങ്ങളൊക്കെ നീക്കം ചെയ്തിട്ട് നമുക്കൊരു ഉന്മേഷം വരുത്തുന്നു. പിന്നെ ഈ വാതത്തിൻ്റെ അസുഖമുള്ളവർക്കൊക്കെ നല്ലൊരു ബെനിഫിറ്റ് കിട്ടുന്ന സംഭവമാണ്. ചിലവരൊക്കെ അത് 7, 14, 21 ദിവസമൊക്കെ വെറും വയറ്റിൽ തുടർച്ചയായിട്ടൊക്കെ കുടിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടമാവുന്നുണ്ട്, നോക്കുക, ഫുള്ളായിട്ട് കാണാൻ മറക്കരുത്. അപ്പം നമുക്ക് തോരനും നമ്മൾ നാളികേരം വെച്ചിട്ടൊരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി ഞാൻ കഴിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ലൈക്കും സപ്പോർട്ടും ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. ബൈ.